തൃശൂർ വടക്കാഞ്ചേരിയിൽ പട്ടാപ്പകൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാറും പണവും കവർന്ന 3 അംഗ സംഘം രക്ഷപ്പെട്ടു. അരവൂർ സ്വദേശിയായ വിനോദിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രക്ഷപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ പകൽ 3:30-ഓടെയാണ് സംഭവം. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം അരവൂരിൽ താമസിക്കുന്ന ടാക്സി ഡ്രൈവറായ വിനോദിനെ ഒരാൾ ഓട്ടം വിളിക്കുന്നു. ആലുവയിലേക്ക് പോകണമെന്ന് പറഞ്ഞ ഇയാളെ തേടി വിനോദ് എത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്നും 3 പേർ കാറിൽ കയറി. വിനോദിന് മറ്റ് സംശയങ്ങളൊന്നും തോന്നിയില്ല. ടാക്സി ഓട്ടം ആരംഭിച്ച് കുറച്ചു സമയം പിന്നിട്ടതോടെ വളപ്പായയിലെ മദ്യശാലയിലേക്ക് പോകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. മദ്യം വാങ്ങിയെത്തിയ 3 അംഗ സംഘം തെക്കുംകര ഭാഗത്ത് കാർ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇതിനുശേഷമായിരുന്നു വിനോദിന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞുള്ള ആക്രമണം. ടാക്സി ഓട്ടം വിളിച്ചവർ ആരെന്ന കാര്യത്തിൽ ഇതുവരെയും വിനോദിന് യാതൊരു വിവരങ്ങളുമില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നും ഓട്ടം വിളിച്ചതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവും തോന്നിയിട്ടില്ലെന്നാണ് വിനോദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട പ്രതികൾ വിനോദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട വിനോദ് നാട്ടുകാരെയും സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാറിലെ GPS സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് കുന്നംകുളം ട്രിനിറ്റി ആശുപത്രിക്ക് സമീപം വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി പറഞ്ഞ വീട് അവിടെയാണ്. വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തച്ചനടി ഭാഗത്തെത്തിയപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടി മുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല, കുറേ തലയിലേക്കും കുറേ മേത്തേക്കൊക്കെ ആയി. അപ്പോഴേക്കും അവരടി തുടങ്ങി. അടിക്കാനും ഇടിക്കാനും പുറത്ത് തലയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങി. ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിനോദിനെ ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആക്രമികൾ 2000 രൂപയും 15,000 രൂപ വില വരുന്ന ഫോണും കവർന്നതായാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കരുതിക്കൂട്ടി കവർച്ച നടത്തിയ സംഘത്തെ കണ്ടെത്താൻ വടക്കാഞ്ചേരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കുന്നംകുളത്ത് നിന്നും കണ്ടെടുത്ത CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവായി മാറുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.